15 അംഗ പവർ ഗ്രൂപ്പ് ഇതിനകത്ത് പറയുന്ന ഒരു പ്രധാന സംഗതിയുണ്ട്. 15 അംഗ പവർ ഗ്രൂപ്പ്. അപ്പോ ഈ 15 അംഗ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു നമ്പറാണ്. എന്തുകൊണ്ടാണ് ഈ 15 അംഗ പവർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ 15 അംഗങ്ങളെയും ലിസ്റ്റ് ചെയ്യേണ്ടതാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഒരു പേര് പുറത്തു വന്നില്ലെങ്കിലും ഈ 15 അംഗ പവർ ഗ്രൂപ്പിന്റെ പേര് പുറത്തു വരണം എന്നുള്ളതാണ് ഞങ്ങൾ നിർബന്ധിക്കുന്നത്. കാരണം സിനിമയെ ഒരു നിഗൂഢ സംഘമായിട്ടിരുന്ന് എല്ലാ സംഘടനകളെയും അതിവർത്തിച്ചുകൊണ്ട് എവിടെയൊക്കെയോ ഇരുന്നു കൊണ്ട് സിനിമയെ 15 പേര് കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് തീർത്തും ഒരു അസാധ്യതയാണെന്നാണ് ഫെഫ്കയുടെ 21 യൂണിയനുകളും കണ്ടത്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ പവർ ഗ്രൂപ്പ്, മാഫിയ തുടങ്ങിയ നരേഷൻ കമ്മിറ്റിക്ക് മുമ്പിൽ വളരെ വിദഗ്ധമായി സാക്ഷികളിൽ ചിലർ പ്ലാൻ ചെയ്തു എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിന്റെ ഒരു തുടർച്ച ഈ കമ്മിറ്റി റിപ്പോർട്ട് വന്നു കഴിഞ്ഞിട്ടുള്ള സംവാദങ്ങളിലും കടന്നു പോകുന്നതായിട്ട് നിങ്ങൾക്കറിയാമല്ലോ. അതേ നരേറ്റീവ് ആവർത്തിക്കപ്പെടുന്നുണ്ട്. കൃത്യമായ ലക്ഷ്യങ്ങളോടുള്ള നരേറ്റീവാണത്. എങ്ങനെയാണ് ഈ 15 അംഗ പവർ ഗ്രൂപ്പിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക? ഇപ്പോ ഞങ്ങളുടെ വിശകലനത്തിൽ കണ്ടെത്തിയ ഒരു കാര്യം, ഈ പവർ ഗ്രൂപ്പ്, മാഫിയ എന്ന് പറയുന്നതിന് ഒരു ആലങ്കാരിക പ്രയോഗമായിട്ടാണ് പലപ്പോഴും ഇതിനകത്ത് വരുന്നത്. ഒരു മെറ്റഫറായിട്ട് മാറുകയാണ്. അത് അങ്ങനെ തന്നെയാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി, ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലെ കാര്യങ്ങൾ നിങ്ങൾ നോക്കൂ. ഒരു വ്യക്തിക്ക് ചലച്ചിത്ര വ്യവസായത്തിൽ ഒരു പ്രശ്നം നേരിട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു അവരത്തെ ഇപ്പോൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇതിന് കാരണം ഒരു പവർ ഗ്രൂപ്പാണ് എന്ന് പറയും. എനിക്ക് 4ഓളം പടങ്ങൾ നഷ്ടപ്പെട്ടു, അതിന് കാരണം ഒരു പവർ ഗ്രൂപ്പാണ്. ഏത് പവർ ഗ്രൂപ്പാണ് അറിയില്ല. അപ്പോ ഇത് അവ്യക്തത മാറേണ്ട ഒരു സംഗതിയാണ്. വേണ്ടി വന്നാൽ നിയമപരമായി ഈ 15 അംഗ പവർ ഗ്രൂപ്പിനെ കുറിച്ച് അറിയണം എന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട്. ഞങ്ങളൊരു ആലോചന നടക്കുന്നുണ്ട്. എത്രത്തോളം സാധ്യമാണ് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. ഒപ്പം ഒരു ട്രേഡ് യൂണിയൻ എന്ന നിലയിൽ ഫെഫ്കയെ ഈ റിപ്പോർട്ടിൽ ചിത്രീകരിച്ചത് അങ്ങേറ്റവും ദൗർഭാഗ്യകരമായ രീതിയിലാണ്. ഒരു നടനാണ് ഫെഫ്കയെ ഉണ്ടാക്കിയത് എന്നുള്ള പരാമർശം ഇതിനകത്ത് വരുന്നുണ്ട്. അതൊരു സാക്ഷിമൊഴിയാണ്. കൃത്യമായ ലക്ഷ്യങ്ങളിലൂടെ നടത്തിയ സാക്ഷിമൊഴിയാണ്. ഇതേ സാക്ഷിമൊഴി ഈ റിപ്പോർട്ട് വന്നതിന് ശേഷവും പല മാധ്യമ ചർച്ചകളിലും ഞങ്ങൾ കേട്ടു. ഒരു നടനാണ് ഫെഫ്കയെ നിർമ്മിച്ചെടുത്തത് എന്നുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ 8000 തൊഴിലാളികളുണ്ട് ഫെഫ്കയിൽ. 1000 തൊഴിലാളികളിൽ നിന്ന് ആരംഭിച്ചതാണ്. 21 യൂണിയനുകളുണ്ട്. 17 യൂണിയനുകളിൽ നിന്ന് ആരംഭിച്ചതാണ്. ഇവർക്കൊന്നും യാതൊരു ഇച്ഛാശക്തിയുമില്ലേ? ഇവർക്ക് ഒരു തൊഴിലാളി വർഗ ബോധവുമില്ലേ? എവിടെ നിൽക്കണം, എങ്ങനെ സംഘടന രൂപീകരിക്കണം, ഏത് ഫെഡറേഷനിൽ ഭാഗമാകണം, ഞങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് ഒരു വിവേചനവും അധികാരവും ഇല്ലാത്ത അടിമക്കൂട്ടങ്ങളായിട്ട് തൊഴിലാളികളെ കാണുന്നവർക്ക് മാത്രമേ ഒരു നടൻ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചെടുത്തതാണ് ഒരു തൊഴിലാളി സംഘടന എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അതിനെയാണ് യഥാർത്ഥ തൊഴിലാളി വിരുദ്ധത എന്ന് പറയേണ്ടത്. അതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യം, മഹാപാതകം പോലെ CCI, കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, പിഴയിട്ട സംഘടനയാണ് ഫെഫ്ക എന്ന് ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. ഇതേ പരാമർശം ഈ റിപ്പോർട്ട് വെളിയിൽ വന്നതിന് ശേഷവും ഞങ്ങൾ കേട്ടു. എന്താണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ? അങ്ങേയറ്റം ട്രേഡ് യൂണിയൻ വിരുദ്ധമായ ഒരു നിയമമാണ് കോമ്പറ്റീഷൻ ആക്ട് എന്ന് പറയുന്നത്. കോമ്പറ്റീഷൻ ആക്ട് ഉണ്ടാവുന്നതിന് മുമ്പുള്ള MRTP ആക്ടിൽ കൃത്യമായും തൊഴിലാളി യൂണിയനുകളെ ഒഴിവാക്കിയിട്ടുണ്ട്. ട്രേഡ് യൂണിയൻസ് ആർ എക്സംപ്റ്റഡ് എന്ന് പറയുന്നുണ്ട്. കോമ്പറ്റീഷൻ ആക്ടായിട്ട് മാറിയപ്പോൾ ആ ക്ലോസ് അവരെടുത്ത് മാറ്റി. കളക്റ്റീവ് ബാർഗെയിനിങ്, ഒരുമിച്ച് നടത്തുന്ന വിലപേശലിനെ ഏറ്റവും വലിയ പാപമായി കാണുന്ന ഒരു നിയമമാണ് കോമ്പറ്റീഷൻ ആക്ട്. ഈ കോമ്പറ്റീഷൻ കമ്മീഷൻ ശിക്ഷിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ട്രേഡ് യൂണിയനാണോ ഫെഫ്ക? ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കിട്ടുമല്ലോ അതിന്റെ ചരിത്രം എന്താണെന്നുള്ളത്. അതിന്റെ ആദ്യത്തെ ഭാരവാഹിയാണോ ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറിയും ഡയറക്ടേഴ്സ് യൂണിയന്റെ ഭാരവാഹികളും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയന്റെ ഭാരവാഹികളും? ഒന്ന് ഉറപ്പിച്ച് ഞങ്ങൾ പറയുന്നു, കോമ്പറ്റീഷൻ ആക്ടിനെ ചെറുത്തുകൊണ്ട് ഒരു പിഴശിക്ഷ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളതിൽ അഭിമാനിക്കുന്നു, ആഹ്ലാദിക്കുന്നു. അതുതന്നെയാണ് ഒരു ട്രേഡ് യൂണിയൻ എന്ന നിലയിൽ ഫെഫ്കയുടെ കരുത്തെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഫെഫ്കയുടെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളെ ഞാൻ ഇതിനകത്ത് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങൾ ഒന്നും ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടിട്ടില്ല. കാരണം മലയാള സിനിമയിൽ നടക്കുന്ന വ്യവഹാരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒരു ട്രേഡ് യൂണിയൻ ഇവിടെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഉത്തരവാദിത്വം തീർച്ചയായിട്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനുണ്ട്. പക്ഷേ അത്
ഈ റിപ്പോർട്ട് പരാമർശിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം WCC അംഗങ്ങളെ തൊഴിലിൽ നിന്ന് മാറ്റി നിർത്തുന്നു എന്നുള്ള ഒരു പരാമർശം ഈ റിപ്പോർട്ടിലുണ്ട്. അത് നിങ്ങൾ കണ്ടു കാണും. ഞങ്ങൾ അത് വളരെ ഗൗരവമായിട്ടാണ് പരിശോധിച്ചത്. ഞങ്ങളുടെ 21 യൂണിയനുകളും അത് ചർച്ച ചെയ്തു. പ്രധാനപ്പെട്ട യൂണിയനുകളിലെല്ലാം ഞങ്ങൾ ചോദിച്ചു, അങ്ങനെ ഒരു നിർദ്ദേശം ആരെങ്കിലും എവിടെ നിന്നെങ്കിലും കൊടുക്കുന്നുണ്ടോ, അത്തരത്തിലുള്ള പ്രവർത്തനമുണ്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ച ഒരു ഡാറ്റ ഇതിനകത്തുണ്ട്. അത് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. WCC അംഗങ്ങൾ, ഉദാഹരണമായിട്ട് ശ്രീമതി പാർവതി തിരുവോത്ത് 2006 തന്റെ കരിയർ അഭിനയിച്ച നാൾ മുതൽ 2018 WCC നിലവിൽ വരുന്നതുവരെ 11 സിനിമകളിലും ഈ സംഘടന നിലവിൽ വന്നതിന് ശേഷം 11 ചിത്രങ്ങളിലും അഭിനയിച്ചു എന്നുള്ളതാണ്. തന്നെയല്ല, ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായത്, ഞങ്ങളുടെ കൂടെയുള്ള സഹപ്രവർത്തകർ അനവധി പേർ ഇവരെ വെച്ച് സിനിമ ചെയ്യാൻ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും കിട്ടാറില്ല. ഇനി കിട്ടിയാൽ തന്നെ അവർക്ക് തിരക്കഥ അവർക്ക് ചെയ്യണം എന്നൊരു താല്പര്യം അവർക്ക് തോന്നണം. റെമ്യൂണറേഷൻ, മറ്റു പല കാര്യങ്ങളിൽ ഒരുപാട് പ്രോജക്റ്റുകൾ നടക്കാതെ പോയിട്ടുണ്ട്. അതിന്റെ എല്ലാം വിവരങ്ങൾ ഞങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ ഈ പത്രസമ്മേളനത്തിൽ പറയണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. ഞങ്ങളുടെ ഡയറക്ടേഴ്സ് യൂണിയനിലെ അംഗം, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ് സജിൻ ബാബു, ഡയറക്ടർ. അദ്ദേഹത്തിന്റെ ഇനിയും റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയിലെ നായിക ശ്രീമതി റീമ കല്ലിങ്കലാണ്. ഫെഫ്കയ്ക്ക് അങ്ങനെ ഒരു നിലപാടുണ്ടെങ്കിൽ ഇതുവല്ലം സാധ്യമാവും. എന്റർടൈൻമെന്റ് ട്രൈബ്യൂണലിനെ കുറിച്ച് ഒരു നിർദ്ദേശമായിട്ട് തന്നെ ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്റർടൈൻമെന്റ് ട്രൈബ്യൂണൽ ആവശ്യമുണ്ട് എന്നുള്ളത്. അടൂർ ഗോപാലകൃഷ്ണൻ കമ്മിറ്റി വന്നപ്പോൾ ഒരു റെഗുലേറ്ററി അതോറിറ്റി വേണം എന്നുള്ളൊരു നിലപാട് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. എന്നാൽ ഒരു ട്രേഡ് യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് ഇപ്പോൾ ലേബർ കമ്മീഷണർ, ലേബർ കോടതി തുടങ്ങിയ സ്ഥാപനങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. അത്തരത്തിലുള്ള നിയമങ്ങളാണ്, ലേബർ നിയമങ്ങൾക്കുള്ളിലാണ് ട്രേഡ് യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാം. അതിൽ നിന്നെല്ലാം വിടർത്തി മാറ്റി പുതിയ ഒരു ബോഡിയിലേക്ക് ഇത് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ മുഴുവൻ എന്താ പറയേണ്ടത് നിയമവ്യവഹാരങ്ങളും പുതിയൊരു ട്രൈബ്യൂണലിലേക്കോ ഒരു അതോറിറ്റിയിലേക്കോ ഷിഫ്റ്റ് ചെയ്യുന്നതിനെ വലിയ ആശങ്കയോടുകൂടിയാണ് ഞങ്ങൾ കാണുന്നത്. അത് ആ ട്രൈബ്യൂണലിന്റെ സ്വഭാവം എന്താണ്, അതിന്റെ ജൂറിസ്ഡിക്ഷൻ എന്താണ്, അതിന്റെ ജൂറിസ്പ്രൂഡൻസ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് ധാരണ കിട്ടുന്ന മുറയ്ക്ക് ഞങ്ങൾക്ക് അതിനകത്ത് അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. അത് നയരൂപീകരണ സമിതിയുമായി സംസാരിക്കാം എന്ന് കരുതുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ലൊക്കേഷനിലെ ഭക്ഷണ വിവേചനമാണ്. ആ ഭക്ഷണ വിവേചനം വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അത് ഞാൻ വഴിയെ ചർച്ച ചെയ്യാം. വനിതാ പ്രാതിനിധ്യം സിനിമയിൽ പറയുന്നുണ്ട്. ഈ വനിതാ പ്രാതിനിധ്യത്തിൽ ഞങ്ങൾക്ക് അടുത്ത 2 വർഷത്തിനുള്ളിൽ 20% ഉയർത്തണം എന്നുള്ളതാണ് ഫെഫ്കയുടെ തീരുമാനം, സിനിമയിലെ വനിതാ പ്രാതിനിധ്യം. അപ്പോൾ KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലുള്ള ഒരു സ്ഥലത്തുനിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക്, സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് ഞങ്ങൾ അംഗത്വത്തിൽ പരമാവധി ഒരു ജനാധിപത്യപരമായ രീതിയിൽ ഇളവ് നൽകിക്കൊണ്ട് അവരെ സിനിമയിലേക്ക് കൊണ്ടുവരാനും കൂടെ പ്രവർത്തിപ്പിക്കാനും അവരെ സ്വതന്ത്ര സംവിധായകരോ സ്വതന്ത്രമായിട്ടുള്ള ഒരു സാങ്കേതിക പ്രവർത്തകരോ ആക്കി മാറ്റാൻ ഉള്ള ശ്രമങ്ങൾ ഫെഫ്കയുടെ ഭാഗത്തുനിന്ന് തുടങ്ങും എന്നുള്ളതാണ് ഇതിന് പറയാനുള്ളത്. ഇത് ഞങ്ങൾ കഴിഞ്ഞ വർഷം തന്നെ മുമ്പോട്ട് വെച്ച ആശയമാണ്. അത്തരത്തിലുള്ള ക്യാമ്പുകളെക്കുറിച്ചും ഒക്കെ നമ്മൾ ആലോചിക്കുന്നു.